LSTS SI പരീക്ഷകളുടെ പ്രിലിംസ് ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുകയാണ്. സോ ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും മാക്സിമം പോർഷൻസ് കവർ ചെയ്യുന്ന രീതിയിൽ റിവിഷൻ നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ആധുനിക ഭാരതത്തിന്റെ ചരിത്രം എന്ന ഒരു സെക്ഷനകത്തെ കുറേ ഭാഗങ്ങൾ റിവിഷനിൽ കൂടെ പഠിക്കാൻ പോവുകയാണ്. കാര്യം എക്സാമിന് ഏറ്റവും അധികം ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് ഗാന്ധിയൻ യുഗം, ഗാന്ധിയൻ എറ എന്ന് പറയും. അപ്പൊ ആ ഒരു ടോപ്പിക്കിൽ ഏറ്റവും അധികം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഭാഗം, അവിടുന്ന് ചോദിച്ചിട്ടുള്ള മുൻകാല വർഷ ചോദ്യങ്ങൾ, ഇനി വരാനുള്ള സാധ്യതാ ചോദ്യങ്ങളൊക്കെ നമുക്ക് സമഗ്രമായി ഒന്ന് പഠിച്ചിട്ട് പോയാലോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ നോട്ട്സ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ശരിക്കും റിസർച്ച് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നോട്ടാണ്. ടെലിഗ്രാം ചാനൽ അനധി വ്ളോഗ്സ് എന്ന ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഈ നോട്ട്സ് എല്ലാം ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് സെക്ഷനിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്തിട്ടേക്കാം. ലിങ്ക് വഴി ടെലിഗ്രാം ഫാമിലിയിലേക്ക് വരിക. ഇത്തരത്തിലുള്ള PDF നോട്ടുകൾക്കും ഡെയിലി മോക്ക് എക്സാംസിനും ക്യൂസസിനും മെന്റർഷിപ്പിനും ഒക്കെ നിങ്ങൾക്ക് ടെലിഗ്രാം ഫാമിലി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അനധി വ്ളോഗ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി. വളരെ ഈസി ആയിട്ട് തന്നെ ടെലിഗ്രാമിലേക്ക് വരാൻ സാധിക്കും. അപ്പോൾ നമ്മൾ റിവിഷൻ ബാച്ചസ് ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. വിന്നേഴ്സ് ബാച്ച് എന്നുള്ള പേരിൽ എക്സാം വരെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ കിട്ടുന്ന, പ്രിലിംസ് എക്സാം വരെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഇന്റൻസീവ് റിവിഷൻ ബാച്ച് നമ്മൾ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ റിവിഷൻ ബാച്ചിലേക്ക് വരണം എന്നുള്ള ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യാനുള്ള മാനേജറിന്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മാനേജറെ വിളിക്കാം. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ കോഴ്സിലേക്ക് വരാം. അപ്പൊ നമുക്ക് നേരെ എങ്ങോട്ട് പോവാം, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. എമർജൻസ് ഓഫ് ഗാന്ധി. വളരെ വലിയൊരു ടോപ്പിക്കാണത്. പക്ഷെ ഇനി കുറച്ച് സമയം കൊണ്ട് നമ്മളത് എങ്ങനെയാണ് പഠിച്ചു തീർക്കാൻ പറ്റുക, ഞാൻ പഠിപ്പിക്കാം, നിങ്ങൾ കൂടെ നിൽക്കാം. അതായത് ഒന്നാമത്തെ ചോദ്യം എന്താണ്, ഗാന്ധിജിയെ ഗാന്ധിജിയാക്കി അല്ലെ ഗാന്ധി അല്ലെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറഞ്ഞ വ്യക്തിയെ മഹാത്മാവാക്കിയത് ആരാണ്, അല്ലെങ്കിൽ എന്താണെന്നുള്ള ചോദ്യമുണ്ട്. ഗാന്ധിജിയുടെ പരീക്ഷണശാലയായിട്ടുള്ള സൗത്ത് ആഫ്രിക്കയാണത്. വെറും ഒരു ബാരിസ്റ്ററായിട്ട് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യയിലേക്ക് മടങ്ങി വരുമ്പോൾ അദ്ദേഹം മഹാത്മാഗാന്ധി എന്നുള്ളതിൽ പരിണമിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധിയുടെ സൗത്ത് ആഫ്രിക്കയിലെ കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം ഇന്ത്യയിലെ കാര്യങ്ങൾ പഠിക്കാൻ. നമുക്കറിയാം, ഗാന്ധിജിയെ സൗത്ത് ആഫ്രിക്കയിലേക്ക് ക്ഷണിക്കുന്ന ആരാ, ദാദാ അബ്ദുള്ള എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു 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 ക്ലൈന്റ് ആണ് അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നത്. ഇവിടെ ഗാന്ധിജിയെ ക്ഷണിക്കുന്ന ആൾക്കാരുടെ ചോദ്യം സ്ഥിരം PSയിൽ വരാറുണ്ട് അല്ലെ. സൗത്ത് ആഫ്രിക്കയിലേക്ക് ക്ഷണിക്കുന്ന ആര്, ദാദാ അബ്ദുള്ള. ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്ന ആര്, ഗോഖലെ. ചെമ്പാരനിലേക്ക് ക്ഷണിക്കുന്ന ആര്, അത് രാജ്കുമാർ ശുക്ലയാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് സ്ഥിരം ചോദ്യങ്ങളാണ്. അപ്പൊ സൗത്ത് ആഫ്രിക്കയിൽ ദാദാ അബ്ദുള്ളയുടെ ഒരു കേസ് വാദിക്കാൻ അദ്ദേഹം പോകുന്നു. അവിടെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു ട്രെയിനിന്റെ ഉള്ളിൽ വെച്ച് അദ്ദേഹം വംശീയമായിട്ടുള്ള വിവേചനം ഫേസ് ചെയ്യാണ്. ഏത് ട്രെയിനിൽ നിന്നാണ് വംശീയ വിവേചനത്തിന്റെ പേരിൽ ഗാന്ധിജിയെ പുറത്താക്കിയത്? ആ സിനിമയിൽ ആ സീൻ കാണിക്കുന്നുണ്ടല്ലേ, ഗാന്ധി മൂവിക്കകത്ത് ഈ ഒരു സീൻ കാണിക്കുന്നുണ്ട്. പീറ്റർ മാരിയറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ആ ഒരു ട്രെയിൻ, ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ആ ഒരു ട്രെയിനിൽ നിന്നും വംശവെറിയന്മാർ ഗാന്ധിജിയെ ആക്രമിക്കുന്നതും ട്രെയിന് പുറത്തേക്ക് എറിയുന്നതും. ഇത് നമ്മുടെ ചോദ്യമാണ്. ഇതിനുശേഷമാണ് വംശീയ അല്ലെങ്കിൽ വർഗീയതയ്ക്കെതിരായിട്ട് പോരാടണമെന്നും ബ്രിട്ടീഷ് രാജിനെതിരായിട്ട് സമരം ചെയ്യണമെന്നുള്ള ചിന്ത ഗാന്ധിജിയുടെ ഉള്ളിൽ വരുന്നത്. അങ്ങനെ 1894 ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനിരുന്ന ഗാന്ധിജി അവിടെ തന്നെ കൂടുവാണ്. ഇനി അടുത്ത 21 വർഷത്തേക്ക് അദ്ദേഹം അവിടെ തന്നെ കൂടുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഈ ആഫ്രിക്കയിൽ വെച്ച് അദ്ദേഹം കാണിക്കുന്ന ചില സംഭവവികാസങ്ങൾ PSയുടെ സ്ഥിരം ചോദ്യമാണ്. ഉദാഹരണത്തിന്, ഗാന്ധിജിക്ക് കൈസറെ ഹിന്ദ് ടൈറ്റിൽ കിട്ടുന്നത് എന്തിനെന്നുള്ള ചോദ്യമാണ് അല്ലെ. അല്ലെങ്കിൽ ബോർ വാറിൽ യുദ്ധം ചെയ്ത് അല്ലെ, ബോർ വാറിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ചതുകൊണ്ടാണ് ഗാന്ധിജിക്ക് കൈസറെ ഹിന്ദ് ടൈറ്റിൽ കിട്ടുന്നത്. എന്താണ് ബോർ വാർ? സൗത്ത് ആഫ്രിക്കയിലെ ചില റിപ്പബ്ലിക്കൻ രാജ്യങ്ങളായിരുന്നു ബോർ റിപ്പബ്ലിക് എന്ന് പറയുന്ന സ്ഥലം. അവിടെ ബ്രിട്ടീഷുകാർ വരുന്നു, ആ റിപ്പബ്ലിക്കൻ രാഷ്ട്രങ്ങളുമായിട്ട് യുദ്ധം ചെയ്യുന്നു. ആ യുദ്ധത്തിൽ ധാരാളം ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് പരിക്ക് പറ്റുന്നു. ഈ പട്ടാളക്കാരെയൊക്കെ ആംബുലൻസ് സർവീസ് ഉപയോഗിച്ച് സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് എത്തിച്ച ഗാന്ധിജിയായിരുന്നു. അതുകൊണ്ട് തന്നെ ബോർ വാറിൽ അദ്ദേഹം നടത്തിയ സ്തുത്യാർഹമായ സേവനത്തിനാണ് ബ്രിട്ടീഷ് രാജ്ഞി അദ്ദേഹം കൈസറെ ഹിന്ദ് ടൈറ്റിൽ കൊടുത്ത് ആദരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഗാന്ധിജി കിട്ടുന്ന ഒരു ബഹുമതിയാണ് കൈസറെ ഹിന്ദ് ടൈറ്റിൽ. അപ്പൊ ഇത് എപ്പോഴാണ് ഗാന്ധിജി തിരിച്ചു കൊടുക്കുന്നത്? അത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത് ജാലിയൻ വാലാബാഗ് പ്രതിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹം തിരിച്ചു കൊടുക്കുന്നത്. താഴെയുള്ള നോട്ട്സിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കുന്നുണ്ട്. പക്ഷേ ചോദ്യം ചെയ്യേണ്ട സമയത്തൊക്കെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായിട്ട് ഗാന്ധിജി വിരൽ ചൂണ്ടുകയും ചെയ്യുന്നു. അതിന് ബെസ്റ്റ് ഉദാഹരണമാണ് ട്രാൻസ്വാളിലെ ചരിത്രം. ട്രാൻസ്വാള ചരിത്രം PSയുടെ സ്ഥിരം ചോദ്യം എന്താണ്, ഗാന്ധിജി സത്യാഗ്രഹ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ആദ്യമായി ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന എവിടെ? ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്ന ചമ്പാരനിലാണ് 1917.
പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം എവിടെ വെച്ചാണ് ഉപയോഗിക്കുന്ന ചോദ്യം ഒരുപക്ഷെ വന്നേക്കാം. മനസ്സിലാക്കുക, എല്ലാ സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം പരീക്ഷിച്ച കാര്യങ്ങളാണ് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളതല്ല. അപ്പൊ സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം ട്രാൻസ്വാൾ എന്ന് പറയുന്ന സ്ഥലത്ത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനെതിരായിട്ട് സത്യാഗ്രഹം ആരംഭിച്ചിരുന്നത്. ഇവിടെയാണ് ഗാന്ധി സത്യാഗ്രഹ എന്ന് പറയുന്ന ഒരു ആയുധം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. എന്താണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്? ഇന്ത്യക്കാരും ചൈനക്കാരും സൗത്ത് ആഫ്രിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരും ചൈനക്കാരും അവരുടെ ഐഡന്റിറ്റി തെളിയിക്കേണ്ട ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൂടെ കൊണ്ട് നടക്കണം എന്നൊരു നിയമം വന്നു. ഇത് ആക്ച്വലി വംശീയതര ഭാഗമായിട്ട് വന്ന നിയമമല്ലേ. ഇപ്പൊ നാളെ തൊട്ട് കേരളത്തിൽ ഒരു പർട്ടിക്കുലർ വിഭാഗത്തിലുള്ള ആൾക്കാരെ മാത്രം വീടിന് പുറത്ത് ഇറങ്ങുമ്പോൾ അവരുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ വിവേചിക്കുന്നതിന് തുല്യമല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഇതിനെതിരായിട്ട് ഗാന്ധിജി ഇങ്ങനൊരു പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. അപ്പം കൃത്യമായിട്ട് ഒത്തിരി സാധ്യതാ ചോദ്യമാണത്. അപ്പൊ പിന്നീട് ഗാന്ധിജിയുടെ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് ആ സിനിമയിൽ ഇത് കാണിക്കുന്നുണ്ട്. ഗാന്ധിജി റിച്ചർഡ് ആറ്റംബറോയുടെ ഗാന്ധി സിനിമയിൽ കൃത്യത്തിൽ കാണിക്കുന്നുണ്ട്. ബെൻ കിങ്സ്ലി അഭിനയിക്കുന്നുണ്ട്. എന്താ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഗാന്ധിജി കത്തിക്കുന്നു, ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ കൈ അടിച്ചൊടിക്കുന്നു. അപ്പൊ ആ സിനിമ ഈ ഗാന്ധിയൻ ചരിത്രം പഠിക്കാൻ ഏറ്റവും നല്ല ആ സിനിമ കാണുന്നുള്ളത് തന്നെയാണ്. വളരെ അടിപൊളിയായിട്ട് എടുത്തിട്ടുള്ള ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുള്ള സിനിമ തന്നെയാണത്. അപ്പൊ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ഇനിമേറ്റ് നൽകുന്നത് 1913 ഇതൊക്കെ ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ ഇരിക്കുമ്പോൾ സംഭവിക്കാം. അതായത് 1913 നമുക്ക് വരാൻ പോകുന്ന സാധ്യതാ ചോദ്യത്താണ് ഇന്ത്യൻ റിലീഫ് ആക്ട് 1914 എന്തുമായി ബന്ധപ്പെട്ടതാണെന്നൊരു ചോദ്യം വരാം. കാര്യം PSC ഇതുവരെ ചോദിക്കാത്ത ഏരിയയിൽ നിന്നാണ് ഇപ്പം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക, 1913 സൗത്ത് ആഫ്രിക്കയിൽ മറ്റൊരു വംശീയമായിട്ടുള്ള നിയമം വരുന്നുണ്ട്. അതായത് ഇപ്പൊ ഹിന്ദു അല്ലെങ്കിൽ സിഖ് അല്ലെങ്കിൽ മുസ്ലിം ഈ മതാചാരങ്ങളുടെ രീതിയിൽ നടത്തപ്പെടുന്ന കല്യാണങ്ങൾക്ക് ഒരു നിയമ സാധ്യത, ലീഗൽ വാലിഡിറ്റി ഉണ്ടായിരിക്കില്ല. അതിനർത്ഥം എന്താ, ആ കല്യാണത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന കുട്ടികൾ ദേ വിൽ ബി ട്രീറ്റഡ് ആസ് ബാസ്റ്റേർഡ്സ്. അത്രത്തോളം റിഗ്രസീവ് ആയിട്ടുള്ള നിയമമാണ് അവിടെ പാസ്സാക്കുന്നത്. ഇങ്ങനെ ഇത്ര സ്പീഡിനെ പറഞ്ഞു പോകുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവിഷൻ ക്ലാസ് ആണ്, നമുക്ക് കുറച്ച് സമയം എക്സാം ഉള്ളത്, അതിന് മുമ്പ് അത് മാക്സിമം കവർ ചെയ്യണം. ഓക്കെ, സോ 1913 വന്ന ഇത്തരത്തിലുള്ള ഒരു റിഗ്രസീവ് ആയിട്ടുള്ള നിയമത്തിനെതിരായിട്ട് ഗാന്ധിജി പോരാടുന്നു. അവിടെ അദ്ദേഹം വിജയം കാണുന്നുണ്ട്. അങ്ങനെ ഇതിനെതിരായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് പിന്നെ പാസ്സാക്കുന്ന ആക്ടാണ് ഇന്ത്യൻ റിലീഫ് ആക്ട്. ഇതിനെയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് നടക്കുന്ന കല്യാണങ്ങൾക്ക് നിയമസാധ്യത ഉണ്ട് എന്ന് പറയുന്ന ആക്ടാണ് ഇന്ത്യൻ റിലീഫ് ആക്ട് 1914. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സൗത്ത് ആഫ്രിക്കയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ മുട്ടുകുത്തിച്ച മനുഷ്യനാണ് ഗാന്ധിജി. ആ ഗാന്ധിജി 1915 ജാനുവരി 9 ഇന്ത്യയിലേക്ക് തിരിച്ചു വരിക. ഗോഖലെ അല്ലെങ്കിൽ ഫിറോസ് ഷാ മേത്ത അടക്കമുള്ള ദേശീയ നേതാക്കളുടെ നിർബന്ധത്തിന്റെ ഫലമായിട്ട് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയെ വിട്ട് ഇന്ത്യയിലേക്ക്, അതായത് പ്രവാസ ജീവിതം കഴിഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണെന്ത്, ഇന്ത്യയിലെ പ്രവാസി ഭാരതീയ ദിവസം എന്നാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അത് ഗാന്ധിജിയുടെ തിരിച്ചുവരവിനെ സ്മരിക്കാനായിട്ട് ജനുവരി 9 ജനുവരി 9 1915 ആണെന്നുള്ളവർ അറിഞ്ഞിരിക്കാം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, ഇന്ത്യൻ ചരിത്രത്തിലെ ഗാന്ധിയൻ യുഗം ഏത് വർഷം ആരംഭിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ചോദ്യപേപ്പറിലും പല ഉത്തരവാണ് നടക്കുന്നത്. നമുക്ക് പല ഉത്തരങ്ങൾ പറയാം. 1915 to 1948 എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം 1915 അദ്ദേഹം ഇന്ത്യയിൽ വരുന്നു, 1948 അദ്ദേഹം അന്തരിക്കുന്നു. അല്ലെങ്കിൽ 1917 to 1947 എന്ന് പറയുന്നതൊന്നും തെറ്റില്ല. 1917 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിജി ആദ്യമായിട്ടൊരു സത്യാഗ്രഹം ഇന്ത്യയിൽ ആരംഭിച്ചത് 1917 1947 സ്വാതന്ത്ര്യത്തിന് ശേഷം അദ്ദേഹം പൊളിറ്റിക്സിൽ അത്ര ആക്റ്റീവ് അല്ല. 1948 എന്നുള്ളത് തെറ്റല്ല. അപ്പം നിങ്ങൾ എക്സാം ഹോൾ ഇരിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചതേ ആൻസർ ചെയ്യുമെന്ന് പറഞ്ഞാൽ പോകരുത്. ആ ഓപ്ഷൻസിനകത്ത് തോന്നി ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുക്കാം. കാര്യം പല ചോദ്യപേപ്പറിൽ പല ഉത്തരങ്ങൾ, പല ബുക്കിലും പല ഉത്തരങ്ങളാണ് നടക്കുന്നത്. അപ്പം അത് നിങ്ങൾ ഒന്ന് സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്യും. നമുക്കെടുത്ത മാർക്കാണ്. നിങ്ങൾ പാണ്ഡിത്യം കൂടി എക്സാമിന് കുളവാക്കരുത് മാർക്ക് കൊണ്ട് ചെന്നിട്ട്. മാർക്കിന് വേണ്ടിയിട്ട് മാത്രം പഠിക്കുക. അതാണ് റിവിഷൻ ക്ലാസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഈ രീതിയിലാണ്. ഇതിൽ ഏറ്റവും ഹോട്ടായിട്ടുള്ള അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, വരാൻ സാധ്യതയുള്ള പുതിയ ഏരിയയിലെ ചോദ്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം സൗത്ത് ആഫ്രിക്കയിലെ മറ്റ് ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു ചോദ്യമുണ്ട്, അടുത്ത കാലത്ത് PSC ബുള്ളറ്റിനിൽ വന്നിരുന്നു. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടത്തുന്ന ക്രൂരതകളാണ് പറയുന്നത്. ഇതായിരുന്നു സ്റ്റേറ്റ്. അത് തെറ്റാണ്. ആക്ച്വലി ഇത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി പബ്ലിഷ് ചെയ്യുന്ന പത്രമാണ്. അപ്പൊ ഇതിനകത്ത് ഒബ്വിയസ്ലി സൗത്ത് ആഫ്രിക്കയിലെ ഉള്ള ബ്രിട്ടീഷുകാരുടെ മോശപ്പെട്ട നയങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതെല്ലാം പഠിച്ചിട്ട് പോകും, പക്ഷെ കോണ്ടെക്സ്റ്റ് അറിയുന്നത് ചിലപ്പോൾ തെറ്റും. അപ്പൊ അറിഞ്ഞിരിക്കുക, ഇന്ത്യക്കാരെ യുണൈറ്റ് ചെയ്തുകൊണ്ട് സൗത്ത് ആഫ്രിക്കയിലെ ഇന്ത്യക്കാർ അവകാശത്തിന് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ 1903. സ്ഥിരം നമുക്ക് വർഷം ചോദിക്കാറുണ്ട്. അപ്പൊ സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം സ്ഥാപിക്കുന്ന ആശ്രമങ്ങൾ നമുക്ക് പ്രധാനപ്പെട്ട ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ്. ഉദാഹരണത്തിന് ടോൾസ്റ്റോയ് ഫാം സൗത്ത് ആഫ്രിക്കയിൽ ആരംഭിച്ചത് ആര്? ഗാന്ധിജിയാ. അപ്പൊ നിങ്ങൾക്ക് മറ്റേ ചോദ്യത്തിന്റെ കണക്ഷൻ ഇവിടെ കിട്ടിക്കണം അല്ലെ. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു, സ്പിരിച്വൽ ഗുരു ഓഫ് ഗാന്ധി എന്നറിയപ്പെടുന്ന ആരെയാ? ടോൾസ്റ്റോയ് ആണ്. പൊളിറ്റിക്കൽ ഗുരു ഓഫ് ഗാന്ധി ആരാ? അത് ഗോഖലെയാണ്. അപ്പൊ അസോസിയേറ്റഡ് ഫാക്ട് ഒരെണ്ണം കൂടെ ഞാൻ ചോദിക്കട്ടെ.
ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി, പൊളിറ്റിക്കൽ സക്സസർ ആരാ? യെസ്, അത് ജവഹർലാൽ നെഹ്റു ആണ്. ആത്മീയ പിൻഗാമിയോ, ആത്മീയ അല്ലെങ്കിൽ സ്പിരിച്വൽ സക്സസർ, അത് വിനോബ ഭാവെയാണ്. വെരി ഗുഡ്, അത് ഓർത്തിരിക്കുക. ഇവിടെ ടോൾസ്റ്റോയ് ഫാം 1910 ജോഹന്നാസ്ബർഗിലാണ് സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം സ്ഥാപിക്കുന്ന മറ്റൊരു പ്രസ്ഥാനമാണ് ഫിനിക്സ് സെറ്റിൽമെന്റ്. ഫിനിക്സ് പക്ഷിയുടെ ഒരു മിത്ത് എന്താണ്? ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ പക്ഷി, സ്വന്തം ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേക്കുന്ന പക്ഷി അല്ലേ. അപ്പൊ സത്യാഗ്രഹയിൽ പങ്കെടുത്ത് തളർന്ന് അടി കൊണ്ട് കിടക്കുന്ന സത്യാഗ്രഹീസിനെ ഇവിടെ കൊണ്ടിടും. അവർ ആവേശം തിരിച്ചു നേടും. പിന്നെ അവർ പിന്നീട് സമരമുഖത്തിലേക്ക് പോകും. ആ തിരിച്ചുവരവിന്റെ പ്രതീകമാണ് ഫിനിക്സ് സെറ്റിൽമെന്റ്. ഇത് നേറ്റാളിലാണ് സ്ഥാപിക്കുന്നത്, നേറ്റാൾ. അപ്പൊ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഗാന്ധിജി ഏറ്റവും അധികം സ്വാധീനിക്കുന്ന പുസ്തകം ഏത്? നമ്മുടെ ഒരു പണ്ട് വന്നൊരു ചോദ്യമാണ്, ഭഗവത്ഗീത എനിക്ക് അമ്മയെ പോലെയാണെന്ന് പറഞ്ഞതാരാ? അതും ഗാന്ധിജി തന്നെയാണ്. അപ്പൊ എല്ലാവരുടെ വിചാരം ഗാന്ധിജി ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്തത് ഭഗവത്ഗീതയാണെന്നാ. തെറ്റാണ്. ഗാന്ധിജി ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്തത് ജോൺ റസ്കിന്റെ അൺ ടു ദ ലാസ്റ്റ് എന്ന് പറയുന്ന ബുക്കാണ്. അൺ ടു ദിസ് ലാസ്റ്റ്, അന്ത്യോദയ, ഏറ്റവും അവസാനം കിടക്കുന്നവനെ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കണം. അന്ത്യോദയ, സമൂഹത്തിൽ ഏറ്റവും പാവപ്പെട്ടവനെയാണ് നമ്മൾ ആദ്യം സംരക്ഷിക്കുക എന്നുള്ള അന്ത്യോദയ ഫിലോസഫിയുടെ ഒക്കെ ഉത്ഭവം ഇവിടെയാണെന്നുള്ളവർ അറിഞ്ഞിരിക്കാം. അപ്പൊ ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗാന്ധിജിക്ക് കൈസരെ ഹിന്ദ് ടൈറ്റിൽ കിട്ടുന്നത് അല്ലെ, അത് 1915 കിട്ടുന്നത്. അത് കൊടുക്കുന്നത് ആ സമയത്തെ വൈസ്രോയ് ഹാർഡിഞ്ച് ആണ്, ഹാർഡിഞ്ച്. പക്ഷേ ജാലിയൻ വാലാബാഗിന്റെ സമയത്ത് അദ്ദേഹം അത് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അത് ലോർഡ് ചെംസ്ഫോർഡിന്റെ സമയത്താണ്, 1920. കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഇത് നമ്മുടെ ക്ലാസ്സിൽ ഒരു 1.5 മണിക്കൂർ കൊണ്ട് എടുക്കുന്ന ടോപ്പിക്സ് ആണ്. റിവിഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അപ്പൊ നിങ്ങൾ യൂട്യൂബിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തെന്ന് കാണുക. അത് കുറച്ച് സമയം നിങ്ങൾ മുമ്പിലുള്ള ആ സമയം മാക്സിമം കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്ര സ്പീഡിന് പോകുന്നത്, കൂടെ നിൽക്കുക. ഓക്കെ, അപ്പം ഇവിടെ വന്നിട്ടുള്ള മറ്റ് ചില മുൻകാല വർഷ ചോദ്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ. ഗാന്ധിജിയെ അല്ലെങ്കിൽ ഗാന്ധിജി ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ടോൾസ്റ്റോയുടെ പുസ്തകം ഏതാന്നുള്ളൊരു ചോദ്യം വരാം. കാര്യം ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്, അല്ലെങ്കിൽ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു. ഈ പുസ്തകം ഇത് ആരാന്നുള്ള ചോദ്യം വന്നിട്ട്, ഇത് ടോൾസ്റ്റോയുടെ പുസ്തകമാണ്. ഈ പുസ്തകമാണ് യഥാർത്ഥത്തിൽ ഗാന്ധിജി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടോൾസ്റ്റോയുടെ മറ്റൊരു പുസ്തകമാണ് ക്രിസ്ത്യാനിറ്റി ആൻഡ് പാട്രിയോട്ടിസം എന്ന പുസ്തകം. അതും നമുക്ക് സാധ്യതാ ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇവിടെ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ആര്? ഇത് ഭയങ്കര കോൺട്രവേഴ്സ്യൽ ക്വസ്റ്റ്യൻ ആണ്. ഓരോ ചോദ്യപേപ്പറിൽ ഓരോ ആൻസറാണ്. പക്ഷെ അവസാനം ഗുജറാത്ത് ഹൈക്കോടതി ഇതിന് ഉത്തരം തന്നിട്ടുണ്ട്. രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത്. പല പേപ്പറിലും പല ഉത്തരവാണ്. പക്ഷെ കോടതി ഇതിന്റെ ഉത്തരം കണ്ടെത്തിയിരുന്നത് ടാഗോർ ആണ്. അപ്പൊ അത് അങ്ങനെ തന്നെ പഠിക്കാം. PSC ഏത് ആൻസർ കീ കൊടുത്താൽ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ഗാന്ധിജിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ദി നേഷൻ എന്ന് വിളിച്ചത് ആരാ? അത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിളിക്കുന്നത് ഗാന്ധിജിയാണ്. അപ്പൊ ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിളിച്ച ആരാന്നുള്ള ചോദ്യമുണ്ട്. അതും ഗാന്ധിജിയാണ്. പലതിലും പല ആൻസർ ആണ്, നമ്മൾ ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ആൻസർ ആണ് ഇവിടെ പറയുന്നത്. സുഭാഷ് ചന്ദ്രബോസിനെ ഗാന്ധിജി നേതാജി എന്ന് വിളിക്കുന്നു, സമ്മതിച്ചു. പക്ഷേ രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന് വിളിക്കുന്ന ആരെയാ? ഇപ്പൊ നിങ്ങളെല്ലാം സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയും, പക്ഷെ തെറ്റാണ്. സുഭാഷ് ചന്ദ്രബോസ് ദേശസ്നേഹികളുടെ രാജകുമാരനാണ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന് വിളിക്കുന്നത് ഭഗത് സിംഗിനെയാണ്. കാര്യം ഭഗത് സിംഗ് കൃത്യമായിട്ട് 1931 മരിക്കുന്നു എന്ന് നമുക്കറിയാം. അപ്പം രക്തസാക്ഷിയായി. പക്ഷെ സുഭാഷ് ചന്ദ്രബോസ് തായ്വാനിൽ ഒരു വിമാനാപകടത്തിൽ പെട്ടു എന്ന് നമുക്കറിയില്ല. അതിന്റെ ബോഡി ഒന്നും കിട്ടിയിട്ടില്ല. സോ അദ്ദേഹത്തിന് രക്തസാക്ഷി എന്ന് വിളിക്കുന്നതിനേക്കാളും ദേശസ്നേഹി എന്ന് വിളിക്കുന്നതാണ് കൂടുതൽ അപ്രോപ്രിയേറ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുക. അപ്പൊ ഗാന്ധിജിയെ അർത്ഥനഗ്നനായ സന്യാസി എന്ന് വിളിക്കുന്ന ആര്? അത് വിൽസൺ ചർച്ചിലാണ്. വലിയ റേസിസ്റ്റ് ആയിട്ടുള്ള ഒരു റിമാർക്കായിരുന്നു. 2ാം റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഗാന്ധിജി പങ്കെടുക്കുന്ന ഒരേ ഒരു വട്ടമേശ സമ്മേളനം അതാണ്. ഇതിൽ പങ്കെടുക്കാൻ ബ്രിട്ടനിൽ എത്തിയപ്പോഴാണ് അദ്ദേഹത്തെ കണ്ടിട്ട് അർത്ഥനഗ്നനായ സന്യാസിയാണ് ഗാന്ധി എന്നൊക്കെയുള്ള പുച്ഛത്തോടു കൂടി ചർച്ചിൽ വിളിച്ചത്. ഇവിടെ നമുക്ക് വന്നിട്ടൊരു ചോദ്യം എന്താണെന്നറിയോ? പ്രിൻസ് ഓഫ് സത്യാഗ്രഹീസ് അല്ലെങ്കിൽ സത്യാഗ്രഹികളുടെ കൂട്ടത്തിലെ രാജകുമാരൻ എന്ന് ഗാന്ധിജി ആരെയാണ് വിളിച്ചത്? അത് ജീസസ് ക്രൈസ്റ്റിനെയാണ്. ജീസസ് ക്രൈസ്റ്റിനെ അദ്ദേഹം വിളിച്ചത് എന്നുള്ള കാര്യം ഓർക്കുക. കാര്യം ഇതിന്റെയൊക്കെ ഇൻഫ്ലുവൻസിന്റെ റീസൺ ടോൾസ്റ്റോയാണ്. ഈ 2 പുസ്തകങ്ങൾ ഗാന്ധിജിയെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഗാന്ധിജി 1915 ഇന്ത്യയിലേക്ക് വന്നു. അത് ഇന്ത്യയിൽ നടത്തുന്ന പ്രധാനപ്പെട്ട 3 സത്യാഗ്രഹങ്ങളുണ്ട്. നമുക്ക് ധാരാളം ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ്. ഇതുകൂടെ പറഞ്ഞ് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ പഠിക്കുന്ന ചമ്പാരനാണ്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചെമ്പാരൻ, അഹമ്മദാബാദ്, ഖേദ, ഈ 3 സത്യാഗ്രഹാസ് ഉണ്ട്. ഇതിൽ ചെമ്പാരൻ 1917 അഹമ്മദാബാദും ഖേദയും 1918 അപ്പൊ ഇതിനകത്ത് ഏത് ആദ്യമേ വന്നത്? ഒരു ഒറ്റ കോഡ് പഠിക്കാം. നിങ്ങൾക്ക് കേക്ക് കഴിക്കാൻ ഇഷ്ടമാണല്ലോ, കേക്ക് എന്നുള്ള കോഡ് പഠിക്കാം. ചെമ്പാരൻ, അഹമ്മദാബാദ്, ഖേദ. അപ്പം നമുക്ക് ആദ്യമേ ചെമ്പാരൻ സത്യാഗ്രഹം എന്താണെന്ന് പഠിക്കാം. ചെമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജി ഇന്ത്യയിൽ ആരംഭിക്കുന്ന ആദ്യത്തെ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റും ആദ്യത്തെ സത്യാഗ്രഹയും ചെമ്പാരനാണ്. അപ്പൊ നമുക്ക് ചോദ്യമുണ്ട്,
ഗാന്ധിജി ഇന്ത്യയിൽ ആരംഭിക്കുന്ന ആദ്യത്തെ സത്യാഗ്രഹം ഏത്? ഒറ്റ ഉത്തരം, ചമ്പാരൻ സത്യാഗ്രഹ. ഗാന്ധിജി ഇന്ത്യയിൽ ആരംഭിക്കുന്ന ആദ്യത്തെ സിവിൽ ഡിസോബിയൻസ് മൂവ്മെന്റ് ഏത്? അതും ചമ്പാരൻ സത്യാഗ്രഹ. സി ഓർത്തിരിക്കുക, സിവിൽ. എന്താണ് ഇതിന്റെ റീസൺ? പണ്ട് കാലത്ത് ബംഗാൾ അടക്കമുള്ള സ്ഥലത്ത് നിലനിന്നിരുന്ന ഒരു രീതിയായിരുന്നു തീൻ കാത്യ സിസ്റ്റം. തീൻ. അതായത് ഒരാളുടെ ലാൻഡിന്റെ 3/20 ഇൻഡിഗോ, നീലം എന്ന് പറയുന്ന കമ്മോഡിറ്റി കൃഷി ചെയ്യണം. കാര്യം അതുണ്ടെങ്കിൽ നീല കളർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുണ്ടെങ്കിൽ ബ്രിട്ടൻ, ലങ്കഷെയറിലും മാഞ്ചസ്റ്ററിലും ഒക്കെ ഉള്ള തുണി ഫാക്ടറികൾക്ക് വർക്ക് ചെയ്യാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മളെ കൂടെ നിർബന്ധിച്ച് കൃഷി ചെയ്യിപ്പിച്ചത്. അപ്പൊ ഇതിനെതിരായിട്ട് അവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കുക. കാര്യം ഭക്ഷണമാണ് വരുന്നത്, വയറ്റിലോട്ട് വല്ലതും പോകണം, അല്ലാതെ ഇൻഡിഗോ കഴിക്കാനൊക്കെ ഇറ്റ്സ് നോട്ട് എൻ എഡിബിൾ ക്രോപ്പ്, ഇറ്റ്സ് എ ക്യാഷ് ക്രോപ്പ്. അപ്പൊ അതുകൊണ്ട് തന്നെ രാജ്കുമാർ ശുക്ല ഗാന്ധിജി ഇൻവൈറ്റ് ചെയ്യുന്നു. ഗാന്ധിജി ചമ്പാരനിൽ വരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമുണ്ട്. രാജേന്ദ്ര പ്രസാദ് ഗാന്ധിജിയുടെ ഒരു ഫോളോവർ ആവുന്ന എവിടെ വെച്ചാണ്? ഇവിടെ വെച്ചാണ് രാജേന്ദ്ര പ്രസാദും JB കൃപലാനിയും ബ്രിജ് കിഷോർ പ്രസാദും ഗാന്ധിജിയുടെ ഫോളോവേഴ്സ് ആവുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. ഇവിടെ ഗാന്ധിജി ഈ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നു. സത്യാഗ്രഹം വൻ വിജയമാവുകയാണ്. അവസാനം ഇവിടുത്തെ ഈ ബ്രിട്ടീഷ് പ്ലാന്റേഴ്സ്, ഇൻഡിഗോ പ്ലാന്റ് ചെയ്യാൻ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ സ്ഥലം വിട്ട് ഓടേണ്ടുന്ന അവസ്ഥ വരുമായിരുന്നു. അപ്പൊ അത് ഓർക്കുക. അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യം എന്താണെന്നറിയോ? അപ്പൊ പട്ടേൽ ഗാന്ധിജിയുടെ ഫോളോവർ ആവുന്ന എപ്പോഴാന്നുള്ള ചോദ്യമുണ്ട്. അതിന്റെ ഒക്കെ ഉത്തരം വരുന്നതിന്റെ കൂടെ നിൽക്കുക. അപ്പൊ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഇവന്റ് ആണ് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. ഇതാണ് ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം, ഫസ്റ്റ് ഹങ്കർ സ്ട്രൈക്ക്. മിൽക്ക് സ്ട്രൈക്ക് അല്ലെ, മിൽക്ക് ഷേക്ക് എന്ന് ആലോചിച്ചത്. മിൽക്ക് ഷേക്ക്, നിങ്ങൾക്ക് വിശക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ മിൽക്ക് ഷേക്ക് കഴിക്കും. ഓക്കെ, മിൽക്ക് ഷേക്ക്, ഹങ്കർ സ്ട്രൈക്ക് അല്ലെങ്കിൽ ഹങ്കർ ബർഗർ, അങ്ങനെ എന്തെങ്കിലും ആലോചിക്കും. നിങ്ങൾ വിശക്കുമ്പോഴത്തേക്ക് ഹങ്കർ സ്ട്രൈക്ക്. ഇപ്പൊ രണ്ടാമത്തെ ചമ്പാരൻ കഴിഞ്ഞിട്ട് പിന്നെ അഹമ്മദാബാദിലോട്ടല്ല പോകുന്നത്, ഖേദയിലോട്ടല്ല പോകുന്നത്, അഹമ്മദാബാദിലോട്ടാന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇവിടെ എന്താണ് പ്രശ്നം? കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ചമ്പാരനിൽ ഗാന്ധിജി ചർച്ച ചെയ്ത് കർഷകരുടെ പ്രശ്നമായിരുന്നെങ്കിൽ അഹമ്മദാബാദിലേക്ക് വരുമ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കുന്നത് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് അല്ലെങ്കിൽ ഫാക്ടറി വർക്കേഴ്സിന്റെ അവസ്ഥയാണ്. ഇത് കൃഷിയെക്കാളും ഇത് ഫാക്ടറി വർക്കേഴ്സിന്റെ പ്രശ്നമാണ്. അത്രയും പ്രിസൈസ് ആയിട്ട് നിങ്ങൾ പഠിക്കാം. ഇവിടെ പ്ലേഗ് പടർന്നു പിടിക്കുന്നുണ്ട് അഹമ്മദാബാദിൽ. ഈ സമയത്ത് ഈ വർക്കേഴ്സിന് കിട്ടുന്ന പ്ലേഗ് ബോണസ് ബ്രിട്ടീഷുകാർ കൊടുക്കുന്നില്ല, അവിടുത്തെ ക്യാപിറ്റലിസ്റ്റുകൾ കൊടുക്കുന്നില്ല. അപ്പൊ ഇതിനെതിരായിട്ട് ഗാന്ധിജി നടത്തിയ ഒരു നോൺ വയലന്റ് ഹങ്കർ സ്ട്രൈക്ക് സത്യാഗ്രഹയാണ് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. ഇതും വൻ വിജയമായിരുന്നു. അവസാനം പ്ലേഗ് ബോണസ് കൊടുക്കാനായിട്ട്, ഈ പറയുന്ന 35% പ്ലേഗ് ബോണസ് കൊടുക്കാനായിട്ട് അവിടുത്തെ മുതലാളിമാർ നിർബന്ധിതരാവുകയാണ്. അപ്പൊ ഇതും വൻ വിജയം. അപ്പൊ ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലെല്ലാം സെറ്റാക്കുന്നു, ഇന്ത്യയിൽ വന്നിട്ട് ഇവിടെയും തൊട്ടതെല്ലാം അദ്ദേഹം വിജയിപ്പിക്കാം. അങ്ങനെ ആ കോൺഫിഡൻസിലാണ് അദ്ദേഹം ഖേദ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. ഇതാണ് ഫസ്റ്റ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഖേദ എന്ന് പറയുന്ന ഗുജറാത്തിലെ ഒരു ഡിസ്ട്രിക്റ്റിൽ ഭയങ്കരമായിട്ടുള്ള വരൾച്ച പിടിപെടുക. ആക്ച്വലി വരൾച്ച കൂടിക്കഴിഞ്ഞാൽ, അതായത് ഒരാളുടെ ഭൂമിയിൽ നിന്നുള്ള ഈൽഡ് 1/4 കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് കുറെ എന്താ പറയാ റിലാക്സേഷൻസ് കിട്ടും. ടാക്സ് ഒന്നും പണ്ട് കൊടുക്കുന്ന പോലെ കൊടുക്കണ്ട. അതാണ് റവന്യൂ കോഡിൽ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ബ്രിട്ടീഷുകാർ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നിർബന്ധിച്ച് ഇവരുടെ നിന്ന് ടാക്സ് എക്സ്ട്രാക്ട് ചെയ്യുക, ഭയങ്കരമായിട്ട് ടാക്സ് എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പൊ ഇനി മുതൽ നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട, നോൺ കോപ്പറേറ്റ് ചെയ്യുക. അതാണ് നോൺ കോപ്പറേറ്റ്, ടാക്സ് കൊടുക്കാതിരിക്കുക, ഗവൺമെന്റോട് സഹകരിക്കാതിരിക്കുക എന്ന് ഗാന്ധിജി പറയുന്നുണ്ട്. അങ്ങനെ ഗാന്ധിജി നടത്തുന്ന സത്യാഗ്രഹമാണ് ഖേദ സത്യാഗ്രഹ. ഇതും വൻ വിജയം. പെസൻസിന്റെ കയ്യിൽ നിന്ന് ടാക്സ് പിരിക്കണ്ട എന്നുള്ള ഡിസിഷനിലേക്ക് അതോറിറ്റീസ് പോവുകയാണ്. അപ്പൊ ഗാന്ധിജി ഇന്ത്യയിൽ തുടങ്ങി വെച്ച എല്ലാം വൻ വിജയമായിരുന്നു. പക്ഷെ ഇത് നമ്മൾ കാണാൻ പോകുന്നത് ഗാന്ധിജിയുടെ കുറെ പരാജയങ്ങളാണ്. അതിലേക്ക് നമുക്ക് വരാം. തൽക്കാലം ഈ ചോദ്യത്തിന് ഉത്തരം എന്താണ് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. അപ്പൊ ഈ ഒരു വീഡിയോക്ക് സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും പറയാം കേട്ടോ. അപ്പൊ നമ്മുടെ റിവിഷൻ ബാച്ചിലേക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ സബ്ജക്റ്റുകളുടെ ഹോട്ട് ടോപ്പിക്സ്, ഇപ്പം ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, ജോഗ്രഫി ആയിക്കോട്ടെ, എക്കണോമിക്സ്, സിവിക്സ്, എല്ലാത്തിൻ്റെ ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾക്ക് എക്സ്റ്റെൻസീവായിട്ട് റിവിഷൻ നടത്തി തരും. നിങ്ങൾക്ക് വീഡിയോസ് കണ്ടുപിടിക്കും, ഡൗട്ടുള്ള ഏത് സെക്ഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള വീഡിയോസും ഇതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കമന്റ് സെക്ഷനിൽ നമ്പർ കൊടുത്തേക്കാം. കോഴ്സിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് കോഴ്സിലേക്ക് വരാം. പിന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇതിനകത്ത് എന്തൊക്കെ ഇംപ്രവൈസേഷൻസ് ആണ് വരുത്താനുള്ളത്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയാവുന്നതാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒരു ജേർണിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഈ ചോദ്യത്തിന് ഉത്തരം കമന്റ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു, ബൈ.